ശ്രുതി ഇനി ചന്ദ്രമതിയുടെ മുഖ്യ ശത്രു. അതേ പ്രേക്ഷകരെ, ചെമ്പനീർ പൂവ് വമ്പൻ കഥാമാറ്റമാണ് ഇവിടെ ഇന്നത്തെ പ്രമോയിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. വേറൊന്നുമല്ല, നമ്മുടെ ചെമ്പനീർ പൂവിൽ നമ്മുടെ സച്ചിൻ രേവതിയും കൂടി ആദ്യം വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ചന്ദ്രമതി കുറേ കളിയാക്കുന്നുണ്ട്. ഒരു ദാരിദ്ര്യം പിടിച്ച കൊച്ചിനെ കൊണ്ടായിരുന്നല്ലോ വന്നത്, അതെവിടെ പോയി, ഇനി അതിൻ്റെ അമ്മാമേനെയും കൂടി ഇങ്ങോട്ട് കെട്ടിയിടുന്നുള്ളിക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതി കുറേ നമ്മുടെ സച്ചിൻ രേവതിനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതിക്കാണ് ഇത് കേൾക്കുമ്പോൾ മൊത്തം ആദ്യ പിടിച്ചിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അവർ എന്താ പറയുക, മറുത്തൊരു എന്താ പറയുക ഉത്തരമോ ആയിട്ടൊന്നും പറയുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, മധുസൂദനം തരാനുള്ള ആ ഒരു 1,00,000 രൂപ എനിക്ക് തന്നു എന്നും പറഞ്ഞാൽ ആ ഒരു 1,00,000 രൂപ നമ്മുടെ ചന്ദ്രമതിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇത്രയും പൈസ കയ്യിൽ ഒരുമിച്ച് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത് നമ്മുടെ ശ്രുതി ആ പൈസ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ഒന്നും മിണ്ടാതെ, ഒരു അക്ഷരം മിണ്ടാതെ, തരാമെന്നോ തരത്തില്ലെന്നോ ഒന്നും പറയാതെ നമ്മുടെ ശ്രുതിയെ ഇൻസൾട്ട് ചെയ്ത് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ട് പോകുന്നൊരു രംഗം കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതി കാണിച്ചു തരാം, ആ പൈസ എൻ്റെ കയ്യിൽ തന്നെ വന്ന് ചേരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതിയെ നോക്കുന്ന ഒരു രംഗമാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത്. ശ്രുതിയുടെ അവസ്ഥ ഭയങ്കരം തന്നെയല്ലേ, ഭയങ്കര പഠിപ്പും ഇവരൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ജോലിക്കും പോയി 10 പൈസ സമ്പാദിക്കില്ല. വല്ലവൻ്റെയും മുതൽ കണ്ടിട്ട് ഇങ്ങനെ അത്യാഗ്രഹം പിടിച്ച് നടക്കുന്ന ഒരു ടൈപ്പ് ഒരു ക്യാരക്ടർ അല്ലേ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി നമ്മുടെ ശ്രുതിയും ശ്രുതി എന്തായാലും നമ്മുടെ ചന്ദ്രമതി ചാക്കിലിട്ട് ആ പൈസ എങ്ങനെയും മേടിച്ചെടുക്കും അല്ലേ. എന്തായാലും നമുക്ക് അതെങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.